നമ്മുടെ വീക്ക് ഏരിയാസ് ഫസ്റ്റ് നോക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതായത് നമ്മളിപ്പോൾ എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഫസ്റ്റ് എടുത്തിട്ട് ഹയർ എഡ്യൂക്കേഷൻ അതൊക്കെ നമ്മൾ ബാക്കി വയ്ക്കും, അല്ലെങ്കിൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമ്മൾ ബാക്കി പിന്നീട് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ ആദ്യം നമുക്ക് പാടുള്ളത് എടുത്തിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള നോക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പം മൺഡേ പേപ്പർ 1 ആണെങ്കിൽ ട്യൂസ്ഡേ അങ്ങനെയാണ് ക്ലാസ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ബോറടി ഒന്നും ഇല്ലാണ്ട് ക്ലാസ് കണ്ട് പഠിക്കാൻ പറ്റി. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഖിലയാണ്. ഡിസംബർ 2025 സൈക്കിളിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ്. സ്വാഗതം അഖില. ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുവരെയുള്ള പ്രിപ്പറേഷൻ ജേർണി, എവിടെയാണ് PG UG ഒക്കെ ചെയ്തതെന്നൊന്ന് പറയാമോ? ഞാൻ PG ചെയ്തത് NSS കോളേജ് നിലമേൽ നിന്നാണ്. UG ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തത്. ഓക്കെ. നെറ്റിൻ്റെ ഇത് എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എക്സാമിന്? ഞാൻ PG ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വെറുതെ പോയി എഴുതും എന്നല്ലാണ്ട് PG കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെ തേർഡ് അറ്റംപ്റ്റ്. മലയാളം സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ചാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും കുറേ വാസ്റ്റായിട്ട് പഠിക്കേണ്ട ഏരിയ ആണെന്ന് ഭാഗ്യ ടീച്ചറൊക്കെ പറഞ്ഞ് എനിക്കറിയാം. അപ്പോൾ അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയകൾ എന്തായിരുന്നു? എങ്ങനെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റി? എനിക്ക് ആക്ച്വലി ഞാൻ മുമ്പ് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും ഫോളോ ചെയ്യാത്ത കുറേയധികം പോർഷൻസ് എനിക്ക് I+ ചേർന്നതിന് ശേഷമാണ് അതിൻ്റെ നോട്ട്സൊക്കെ കിട്ടിയത്. അതിൽ ആത്മകഥ, ജീവചരിത്രം അതൊന്നും ഞാൻ മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണയാണ് നോക്കിയത്. അപ്പം അതൊക്കെയാണ്. എങ്ങനെ അത് പഠിച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും കോഡുകളൊക്കെ ഉപയോഗിച്ചോ? മെമ്മറിയിലേക്ക് സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഭാഷാ പഠനമാകുമ്പോൾ. അതെങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റി? കോഡൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടീച്ചറും പറഞ്ഞു തരും ചില കോഡുകളൊക്കെ. അങ്ങനെ ലൈവ് ക്ലാസ്സുകൾ അടക്കം ഉണ്ടായിരുന്നു അല്ലേ? ഭാഗ്യ ടീച്ചറിന്റെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ചോദിക്കാം. വളരെ വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. വളരെ എൻഗേജിങ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട I+ന്റെ ഇപ്പം ഭാഗത്ത് കോഴ്സിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുണ്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പം മൺഡേ പേപ്പർ 1 ആണെങ്കിൽ ട്യൂസ്ഡേ അങ്ങനെയാണ് ക്ലാസ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ബോറടി ഒന്നും ഇല്ലാണ്ട് ക്ലാസ് കണ്ട് പഠിക്കാൻ പറ്റി. ഓക്കെ. ഇനിയും ഇതുപോലെ പേപ്പറിന് പ്രിപ്പയർ ചെയ്യുന്ന, നെറ്റിനായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അഖിലയോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ത് മിസ്റ്റേക്കുകൾ വരുത്തരുതെന്ന ഒരു ഒപ്പീനിയൻ? എനിക്ക് തോന്നുന്നു കൂടുതൽ ടെൻഷൻ അടിച്ച് ഈ ഒരു എക്സാമിനെ നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഞാൻ അങ്ങനെ നോക്കാണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് കുറേ കൂടി മാർക്ക് കൂടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീക്ക് ഏരിയാസ് ഫസ്റ്റ് നോക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതായത് നമ്മളിപ്പോൾ എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഫസ്റ്റ് എടുത്തിട്ട് ഹയർ എഡ്യൂക്കേഷൻ അതൊക്കെ നമ്മൾ ബാക്കി വയ്ക്കും, അല്ലെങ്കിൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമ്മൾ ബാക്കി പിന്നീട് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ ആദ്യം നമുക്ക് പാടുള്ളത് എടുത്തിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള നോക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അഖിലയുടെ പേപ്പർ 1 വീക്ക് ഏരിയകൾ ഏതായിരുന്നു? എനിക്കിതുമാതിരി ഞാൻ ഫസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കാണ്ടിരുന്നത് ഈ ലാസ്റ്റ് വന്ന ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഞാൻ ഇത്തവണ പക്ഷെ എനിക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ അത് ഫുൾ കവർ ചെയ്യാൻ ശ്രമിച്ചു. DIയും മാത്സും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാണ്ട് പോയി. ബട്ട് എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അടുത്ത JRFലേക്കുള്ള ജേർണിയിൽ അതുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കട്ടെ. അതെ. ഇന്നിവിടെ വന്നതിനും നമ്മുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിനും ഒക്കെ പ്രത്യേക നന്ദി. നമ്മുടെ ടീമിന്റെ ഭാഗത്തു നിന്നും വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.